ശരിക്കും എന്തിനാണ് ഫൈൻഡർ ആപ്പ് ബിൽഡ് ചെയ്തത്? അതായത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ് ഫൈൻഡർ ആപ്പ് ബിൽഡ് ചെയ്തത്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഇല്ല നിലവിൽ, എല്ലാ കാറ്റഗറി ഓഫേഴ്സും കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അതായത് ഇപ്പോൾ ക്വിക്കായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫൈൻഡർ ആപ്പിന് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെന്ന് വെച്ചാൽ ഇപ്പോൾ ജ്വല്ലറിയിൽ വരെ ഓഫേഴ്സാണ്. അതായത് മേക്കിംഗ് ചാർജസിനൊക്കെ ഓഫേഴ്സ്, അങ്ങനത്തെ രീതിയിൽ ഓഫേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എല്ലാ ഷോപ്പിലും പല ടൈപ്പ് ഓഫേഴ്സ് എല്ലാ ദിവസവും റൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ അറിയാൻ പറ്റാനുള്ളതാണ് ഫൈൻഡർ ആപ്പിൻ്റെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റ്. ഹൈപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറി ഐറ്റംസും ഒറ്റൊരു സ്റ്റോറിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനുള്ളതാണ് ഹൈപ്പർ മാർക്കറ്റ്. അതുപോലെ തന്നെയാണ് ഫൈൻഡർ ആപ്പിൻ്റെ ഇതും. അതായത് എല്ലാ കാറ്റഗറി സ്റ്റോഴ്സിൻ്റെ ഓഫേഴ്സും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ? സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പേജ് എടുത്ത് നോക്കേണ്ടി വരും. നമ്മളിതിൽ വെച്ചാൽ ക്വിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏതൊക്കെ സ്റ്റോറിന് ഓഫേഴ്സ് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇത് ഓഫേഴ്സ് ഫൈൻഡ് ചെയ്യാൻ മാത്രം എന്നുള്ളതല്ല നമ്മുടെ ആപ്പിൻ്റെ മെയിൻ പർപ്പസ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ മെനു ഒക്കെ ഡിസ്കവർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഓഫേഴ്സിൻ്റെ ഇമേജസിന് പകരം മെനു ആഡ് ആക്കിയിട്ട് നമുക്ക് യൂസേഴ്സിന് മെനു ഡിസ്കവർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം മെനു തന്നെ നമുക്ക് മുൻപേ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് മെനു ഡിസ്കവർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കണക്ട് ചെയ്യാം.